ഒരുപാട് അബ്യൂസസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതും സ്പിരിച്വാലിറ്റിയുടെ മറവിലാകുമ്പോൾ പ്രസക്തി കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അവയർനെസ് അവർക്ക് കൊടുക്കാൻ പറ്റുക? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇൻ കേസ് കുട്ടികൾക്കും. ഓക്കെ. ഒന്നാമത്തെ കേസ് നമ്മൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത്തരത്തിലെ ഒരു അബ്യൂസിൻ്റെ സാഹചര്യം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ നമുക്കൊരു ഡിഫിക്കൽറ്റി ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുള്ള സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കൺസൾട്ടേഷന് വേണ്ടി നമ്മൾ ആരെങ്കിലുമൊക്കെ അന്വേഷിക്കും, ഇല്ലേ? ആ സമയത്ത് മിക്ക ആളുകളും അന്വേഷിക്കുന്ന ഒരു മാധ്യമം എന്താണ്? യൂട്യൂബ് അല്ലേ? യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, അത്രയില്ല, സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ സത്യമാണോ? എല്ലാം ഒന്നും സത്യമില്ല. എനിക്ക് എൻ്റെ ക്ലയൻസിൻ്റെ എക്സ്പീരിയൻസേ പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനെ വെച്ച് ഞാൻ പറയുമ്പോഴത്തേക്കും എനിക്കൊന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി ആകും. പല യൂട്യൂബ് ചാനൽസും കണ്ടിട്ട് അതിൽ വരുന്ന ആളുകളുടെ ഇൻ്റർവ്യൂസ് കണ്ടിട്ട്, കാര്യം ഈ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാൻ വരുന്നവർക്ക് ഭയങ്കര കഴിവാണ്, സംസാരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര കഴിവാണ്. ഞാൻ 1-2 ജസ്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം ഈശ്വര, എനിക്ക് ഇവരൊന്നും സംസാരിക്കുന്നല്ലോ, സംസാരിക്കാൻ അറിയത്തില്ലല്ലോ എന്ന്. ഞാനിങ്ങനെ എന്താ പറയുക, ഓപ്പണായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മുഖത്തൊക്കെ കാര്യം പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു വിളിപ്പേരുണ്ട് അഹങ്കാരി എന്നുള്ളത്. ചെറിയ പ്രായം തൊട്ടുള്ളതാണ്. പക്ഷേ അപ്പോൾ അങ്ങനെ ഭയങ്കര പ്ലീസിങ് ആയിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആളുകളുണ്ട്. ഈ പ്ലീസിങ് ആയിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആളുകളിലേക്ക് സ്ത്രീകളും പുരുഷന്മാരും ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആകും, ഇല്ലേ? നമ്മളെ പുകഴ്ത്തി പറയുന്ന ആളുകളോട്, അല്ലെ നമ്മളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു നമുക്ക് തോന്നുന്ന ആളുകളോട് നമുക്ക് എന്തുണ്ട്? നാച്ചുറലി ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ കാണുന്ന ആളുകളെ ഇവരെന്ത് ചെയ്യും? വിളിച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു വ്യക്തി പറഞ്ഞാണ്, അഡ്വക്കേറ്റിനോടും ഡോക്ടറോടും പിന്നെ ആളുകൾ കള്ളം പറയാത്തത് ആരോടാണ്? ജോൽസിനോടും. മനസ്സിലാവുന്നുണ്ട്? അതിൽ തന്നെയും സ്ത്രീകൾ. അപ്പോൾ ഒരു ആസ്ട്രോളജർ, ഒരു ജോൽസിന്, ഒരു സ്പിരിച്വലി നിൽക്കുന്ന ആൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കണ്ണു അടച്ച് ഈ സ്ത്രീകൾ എന്തോ ചെയ്യും? അവരുടെ A-to-Z കാര്യങ്ങൾ പറയും, എല്ലാം പറയും. അപ്പോൾ നിങ്ങൾ ദയവ് ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ A-to-Z കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാകും എന്തൊക്കെ ഇവരുടെ ഫിനാൻഷ്യൽ, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരു ലിസ്റ്റ് ഓഫ് പൂജ, ഹ്യൂജ് എക്സ്പെൻസീവ് ഒക്കെ ആയിട്ടുള്ളത് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങളുടെ കൂടെ 4 ആത്മാക്കളുണ്ട്, നിങ്ങളുടെ കൂടെ 2 ആത്മാക്കളുണ്ട്, നിങ്ങളുടെ വലത് സൈഡിൽ ഒരാൾ നിൽപ്പുണ്ട് എന്നൊക്കെ പറയും. അപ്പം നാച്ചുറലി ഇവർ പേടിക്കും. ഈ പേടിക്കുമ്പോഴത്തേക്ക് അതിന് പരിഹാരമായിട്ട് എന്തോ ചെയ്യും? ഈ ആൾ പറയും, ഞാൻ നേരിട്ട് വന്നതൊക്കെ മാറ്റിത്തരാമെന്ന് പറയും. നേരിട്ട് വന്ന് മാറ്റിത്തരാമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര ആശ്വാസമാകും. ചില കേസസ് ഉണ്ട്, നമ്മൾ ഇട്ടിരിക്കുന്ന ഉടുപ്പയിൽ ദുർമന്ത്രവാദം ഉണ്ട്, നമ്മൾ ധരിച്ചിരിക്കുന്ന സ്വർണത്തിൽ ദുർമന്ത്രവാദം ചെയ്തു വിട്ടിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടുകാരാണ് അത് ചെയ്തു വിട്ടേക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിത്തരാനായിട്ട് അതെല്ലാം കൂടെ ഊരുത്താം, എന്നിട്ട് ഞാൻ അതുകൊണ്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അതിനെ വിശുദ്ധമാക്കി തരാം എന്ന് പറയുന്ന കേസസ് ഉണ്ട്. പുരുഷന്മാരുടെ കേസും വ്യത്യാസമൊന്നുമല്ല. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ പോലും എബ്രോഡൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ കാണുന്ന ആരെങ്കിലും അവർ കോണ്ടാക്ട് ചെയ്യും, ചാറ്റ് ചെയ്യുന്നിട്ട് ഇയാൾ പറയും നിങ്ങളുടെ നേക്കഡ് ബോഡി ഫോട്ടോ അയച്ചാന്ന് പറയും. ആണുങ്ങളുടെ കേസ് ഞാൻ പറയുന്നത്. എന്നിട്ട് അപ്പോൾ അവർ പറയും എനിക്കത് സ്കാൻ ചെയ്യാനാന്ന് പറയും. അങ്ങനെ നേക്കഡ് ബോഡി ഫോട്ടോസ് വാങ്ങിച്ചിട്ട് എന്തോ ചെയ്യും? ഇത് വെച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് അയച്ചു കൊടുക്കുന്ന ആളുകളെ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ 8ാം ക്ലാസ്സോ പഠിച്ചവരൊന്നുമല്ല, ഡിഗ്രിയോ ഒന്നുമല്ല, MBBS എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഇൻ്റർനാഷണലി വർക്ക് ചെയ്യുന്ന ആളുകളുടെ കേസാണ് ഈ പറയുന്നത്. അപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ ഇത്തരത്തിലൊരു ചൂഷണം നടക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പം അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഫസ്റ്റ് തിങ്, നമ്മൾ ആരെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. അവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഇനീഷ്യൽ ടോക്കിൽ തന്നെ മനസ്സിലാകും.
അത് മോശമാണ് എന്നുകൊണ്ട് ഓൺ ദ സ്പോട്ട് നിങ്ങൾ ആ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഒരു കേസും കൂടെ ഉണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെഷൻ കൊടുത്താണ് അവർക്ക്. അപ്പം എന്തോ ഒരു ബാധ ഉപദ്രവം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഒരു നാട്ടിലുള്ള ഒരാൾക്ക് പൈസയൊക്കെ അയച്ചു കൊടുത്തു. അവരബ്രോഡാണ്, പൈസയൊക്കെ അയച്ചു കൊടുത്ത് പൂജ കാര്യങ്ങളൊക്കെ ചെയ്തു. ആ ആൾ അന്ന് മുതൽ ഇപ്പം വരെ കണ്ടിന്യൂസ്ലി ഫോൺ വിളിക്കുക, അത് ഇത്, ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന, അത് ചെയ്യാൻ ഇത്ര പൈസ ഇങ്ങോട്ട് താ, ഞാനത് ചെയ്യാം. കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ നമ്പറിൽ നിന്ന് വിളിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ അതിൻ്റെ കോംപ്ലക്സിറ്റി? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവയർനെസ് എന്നുള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് തിങ്, നമ്മൾക്കൊരു ലോജിക്ക് ഉണ്ടായിരിക്കണം, നമുക്കൊരു സെൻസ് ഉണ്ടായിരിക്കണം. അല്ലാതെ ഈ കാണുന്ന എല്ലാത്തിലും പോയിട്ട് നമ്മൾ എന്താ പറയുക, അമിതമായിട്ട് വിശ്വസിച്ച് വല്ലാണ്ടങ്ങ് ഇതായി പോകാനായിട്ട് പാടില്ല. യു ഷുഡ് ഓൾവേസ് ഹാവ് ദ കൺട്രോൾ വിതിൻ യു. അപ്പം ഞാനൊക്കെ സെഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു ക്ലയൻറ്റിന് ഒരു കൺസൾട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സ്റ്റോപ്പായി. പിന്നെ എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് ഉണ്ട് എന്നുണ്ട് അവരെനിക്ക് മെസ്സേജ് അയക്കും. അല്ലാതെ ഈ പറയുന്ന പോലെ അനാവശ്യമായിട്ട് ഞാൻ ആർക്കും മെസ്സേജ് അയക്കാറില്ല. എനിക്ക് ആളുകൾ മെസ്സേജ് അയക്കുന്നതിന് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെ അതിനെ വളരെ പ്രൊഫഷണലി വേണം നമ്മൾ ഡീൽ ചെയ്യാനായിട്ട്. എന്നാൽ ഈ യൂട്യൂബിലൊക്കെ കിടന്ന കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി മെയിൽ, നല്ല പ്രായമൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഞാനത് പബ്ലിക്കലി അങ്ങനെ പറയുന്നില്ല. പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇവരൊക്കെ ഭയങ്കരമായ ഒരു സ്പിരിച്വൽ ആളുകളാണ് എന്നുള്ളത്. എന്നാൽ രാത്രി ആകുമ്പോഴത്തേക്കും മെസ്സേജ് അയച്ചിട്ട് ഇപ്പം ഇട്ടിരിക്കുന്ന ഉടുപ്പ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? അപ്പോൾ പകലൊരു സ്വഭാവം, രാത്രി ആകുമ്പോഴത്തേക്കും വേറൊരു നേച്ചറും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ടേക്ക് കെയർ ചെയ്യണം. അത് നമ്മൾ ലോജിക്കലി ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. അവയർനെസ് ഉണ്ടായിരിക്കുക. സ്വർണ്ണത്തിൽ ഇങ്ങനെ കൂടോത്രമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു കാര്യത്തിനെ പറ്റി നിങ്ങളുടെ ഹസ്ബൻഡിനോടോ നിങ്ങളുടെ മക്കളോടോ ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം ഒരു തീരുമാനത്തിലേക്ക് പോകാനായിട്ട്. അല്ലാതെ എടുത്തു ചാടി ഇവരൊന്നും അറിയാതെ അടുത്തടുത്ത സ്റ്റേജിലേക്കൊന്നും ഒരിക്കലും പോകാനായിട്ട് പാടില്ല. കാര്യം നമ്മുടെ ലോകം മുഴുവൻ ഈ കള്ളന്മാരുടെ ഒരു ഏരിയയാണ്. അപ്പോൾ അതിൽ നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിന് അവയർനെസ് വേണം. അതുകൊണ്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇത് ശ്രദ്ധിക്കുക. അങ്ങനെ പലപ്പോഴും ഞാൻ എൻ്റെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ നേക്കഡ് ഫോട്ടോ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചക്ര ക്ലൻസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടേത് സ്കാൻ ചെയ്യാനോ ഒന്നും, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അത് കേൾക്കുമ്പോൾ തന്നെ ഇറങ്ങി ഓടിക്കണം, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടാക്കിക്കണം. അതാണ്.